അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വിശുദ്ധ റമദാന്റെ ആദ്യത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ ഖബൂലാക്കണേ, അല്ലാഹ് ഞങ്ങളുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് ഇബാദത്തുകൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിന് കേടുവരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇബാദത്തുകൾ മുടങ്ങിപ്പോകുന്ന ഒരു രോഗവും നീ നൽകല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈ അനുഷ്ഠിക്കുന്ന നോമ്പ് നിന്നെ പ്രതീക്ഷിച്ചാണ്, അല്ലാതെ ഞങ്ങൾ പട്ടിണി കിടന്നെന്ന് കരുതിയിട്ട് ആരും ഞങ്ങളെ കാണാനില്ല. അല്ലാഹ്, ഞങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പട്ടിണി കിടക്കുന്നത് റബ്ബേ നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയുമല്ല. ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഞങ്ങളുടെ റൂമിന്റെ ഉള്ളിലിരുന്ന് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആരും അറിയില്ല. പക്ഷേ യജമാനനായ റബ്ബേ, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ നീ കാണുമെന്നുള്ള ചിന്ത ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ വൈകുന്നേരം വരെ പട്ടിണി കിടന്നത്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ തട്ടിക്കളയല്ല റഹ്മാനെ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ പല ആവശ്യങ്ങളും പറഞ്ഞു ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുവേ, നീ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്, നീ എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്, ആരെയും പാഴാക്കല്ലേ അല്ലാഹ്, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മജ്ലിസുകൾ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം റബ്ബേ നീ കബൂലാക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ അമലുകളുടെ ഒക്കെ മിസ്ൽ സവാബ് നാളെ ഞങ്ങൾ മരിച്ചു മണ്ണറയിൽ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് ആ ഖബറിലേക്ക് എത്തുന്ന മുതൽക്കൂട്ടായി വെളിച്ചമാക്കി നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഈ ചൊല്ലുന്ന ദിക്റുകളും അതുപോലെ തന്നെ സ്വലവാത്തുകളും മദ്ഹുകളും ഒക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ നോമ്പ്. എല്ലാവരും നോമ്പ് തുറന്ന് കാണൂല്ലേ? എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മൾ ചെയ്ത അമലുകൾക്ക് കബൂലാക്കുമാറാകട്ടെ. പല നാടുകളിലും പല വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണ്. ചില ആളുകൾ ചില നാട്ടില് പത്തല് കഴിക്കുന്ന ആളുകളുണ്ട്, ചില നാട്ടില് പൊറോട്ടി കഴിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ചില ആളുകൾ ബിരിയാണി വെച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളാണ്. ചിലർക്ക് പൊറോട്ടയെ പറ്റുള്ളൂ ആ സമയത്ത്, ചിലർ നെയ്പ്പത്തിൽ കഴിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നോമ്പ് തുറക്കുന്ന ആളുകളാണ് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ നാട്. ഇപ്പോൾ കണ്ണൂരുള്ള ആളുകളുടെ ശൈലി ആവൂല എന്തുള്ളത് ഈ തെക്കൻ ഭാഗത്തുള്ള കൊല്ലത്തുള്ള. ഇപ്പൊ ഞാനിപ്പോ ജോലി ചെയ്യുന്ന കൊല്ലത്താണല്ലോ. അപ്പൊ കൊല്ലത്തുള്ള, അപ്പൊ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന തലശ്ശേരിയാണ്. അപ്പൊ തലശ്ശേരിയിലുള്ള ഭക്ഷണ രീതി അല്ല ഇവിടെ ഉള്ളത്, തെക്ക് ഭാഗമായ കൊല്ലം ഭാഗത്തുള്ളത്. ഇവിടെ ഉള്ളതല്ല അവിടെ ഉള്ളത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ കണ്ണൂരുകാരുടെ ഭക്ഷണ രീതി അല്ല മലപ്പുറം ഉള്ളത്, മലപ്പുറത്തുകാരുടെ അല്ല കോട്ടയുള്ളത്, എറണാകുളത്തുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തം ഉണ്ടാവില്ലേ, വ്യത്യസ്തങ്ങളായ ഭക്ഷണമായിരിക്കും. പക്ഷെ അള്ളാഹു എല്ലാത്തിനും ബർക്കത്ത് ചെയ്ത് തരട്ടെ. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അവരുടേതായ ഇഷ്ട ഭക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്ത് ഒരു മാറാട്ടെ. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നല്ല നിയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവെ എന്റെ ആരോഗ്യവും നീ സംരക്ഷിക്കണേ അള്ളാഹ്, എന്റെ ആത്മാവും എന്റെ മനസ്സും കൽബും ഒക്കെ നീ നന്നാക്കി തരണേ. നല്ല നിയ്യത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് പെട്ടെന്ന് നമുക്ക് ദുആ വരിക. ഒരുപാട് സമയങ്ങൾ, കാരണം നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണിതരാണ് എന്ന് ഒരുപാട് അമലുകൾ ചെയ്ത് നിസ്കരിക്കാൻ, ഇനിയും തറാവീഹും വിത്റും ഒക്കെ നിസ്കരിക്കാൻ ചിലപ്പോൾ കാത്തിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, കുറഞ്ഞ സമയം നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഇന്നലെ ചൊല്ലിയതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, നമുക്ക് ഈ മാസം മുഴുവനായി ആ ദിക്ർ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇനി അവസാനം ഇനി ശവ്വാലിന്റെ പിറ കാണുന്നത് വരെ ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഒഴിവാക്കാൻ പാടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار.
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار നീ സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് സാധുക്കളായ ഞങ്ങളിൽ നിന്നും നീ ഇത് തട്ടല്ല റഹ്മാനേ നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ് അതുപോലെ തന്നെ അടുത്ത എന്ത് ചെയ്യാ അല്ലാഹുമ്മ റഹബ്നി യാ അർഹമർ അതും ചൊല്ലണം കാരണം ഇത് റഹ്മത്തിന്റെ പത്താണല്ലോ റഹ്മത്തിന്റെ പത്താണ് അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്തേലും ചോദിച്ചേ പറ്റുള്ളൂ റബ്ബിനോട് ചോദിക്കാം ഇൻഷാ അല്ലാഹ് അല്ലാഹുമ്മ റഹബ്നി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ റഹബ്നി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ റഹബ്നി യാ അർഹമർ റഹീമീൻ اللهم ارحمني يا ارحم الراحمين 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 നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ് നമുക്ക് കുറച്ച് ഹസ്ബുനല്ലാഹ് ഇല്ലയോ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ ഇൻഷാ അല്ലാഹ്
حسبنا الله ونعم الوكيل 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 نعم المولى ونعم النصير നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ച എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ഇറക്കാം. ഒരുപാട് ആളുകൾ പല കടം ബാധ്യതകൾ പറഞ്ഞവരുണ്ട്, അതുപോലെ മറ്റു പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്, രോഗം പറഞ്ഞവരുണ്ട്. ഇപ്പോൾ പരീക്ഷ നടക്കാണ്, മക്കളുടെ പരീക്ഷ നടക്കുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ വിജയം കിട്ടണമെന്ന് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ജോലി ആവശ്യം ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ആത്മാർത്ഥമായി ദുആ ഇറക്കാം ഇൻഷാ അല്ലാഹ്. യാ അക്റമൽ കുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി بجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما غفراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ്, ആഖിറു സമാനിലെ ചണ്ടി ചവറുകളാണ് അല്ലാഹ്. നീ ഒന്ന് കബൂലാക്കണേ റഹ്മാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്, കടബാധ്യതകൾ തീർത്തു തരണേ അല്ലാഹ്, സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ്, സാമ്പത്തിക ഇടപാടുകൾ ഹലാലും ത്വയ്യിബുമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ, എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഖൈറായ വീട് നൽകണേ അല്ലാഹ്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്, ഖൈറായ സമ്പാദ്യം നൽകണേ അല്ലാഹ്, ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്, ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സകല ശർറു ബലാ മുസീബാത്തുകൾ, ഫിത്ന, ഫസാദുകൾ, ഇടങ്ങേറുകൾ തട്ടിമാറ്റണേ അല്ലാഹ്. ഈ വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാക്കണേ റഹ്മാനെ. ഒരുപാട് ഇബാദത്തുകൾക്ക് അവസരം നൽകണേ അല്ലാഹ്. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് റമളാനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം ഈമാൻ സലാമത്തായി മുത്തുനബി തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ നീയാവതാക്കണേ അല്ലാഹ്.
റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നീ തട്ടല്ല റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് മജ്ലിസുകളിൽ പങ്കെടുക്കാനും നേതൃത്വം നൽകാനും കേൾക്കാനും ചൊല്ലാനും ഒക്കെ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, ഉപ്പമാർ, ഉമ്മമാർ, എല്ലാവർക്കും നീ ഖൈറു നൽകണേ അല്ലാ. അള്ളാഹുവെ നീ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ മുത്തുനബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. നീ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ഇറക്കണം. വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം, ഒരുപാട് സമയമൊന്നും ചെലവഴിക്കണം, കുറഞ്ഞ സമയം റബ്ബിന്റെ മുമ്പിൽ നമുക്കൊന്ന് കൈ ഉയർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.